ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മണമില്ല സ്റ്റിച്ചിങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു നൈറ്റി തുണിയാണ് കേട്ടോ. ഈ നൈറ്റി തുണി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിന്റെ ഫൈൻ ലുക്കാണ് ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിന്റെ എൻഡ് പോർഷനിലും ഇതിന്റെ ഫൈൻ ലുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇത് 4 ഇതുപോലെ മടക്കാം. നമുക്ക് ഷോപ്പിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിനെ 4 മടക്കാം. 4 മടക്കിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക്. ഏറ്റവും താഴെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഏറ്റക്കുറച്ചിലുണ്ട്, അവിടെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ള ചുരിദാർ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കറക്റ്റായിട്ട് ചുരിദാർ കാണുമല്ലോ, ആ ഒരു ചുരിദാർ എടുക്കാം. എന്നിട്ട് ഇത് നല്ല ഭാഗമാണ്, ഈ നല്ല ഭാഗം അകത്തോട്ടാക്കിയിട്ട് റോങ് സൈഡ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാക്കിയെടുക്കാം. എന്നിട്ട് ഇത് 2 മടക്കാം. ഈ ഒരു രീതിയിൽ 2 മടക്കി കറക്റ്റ് ആക്കണം, ലെവൽ കറക്റ്റ് ആക്കണം. ഇവിടെ ചുളിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ലെവലാക്കി വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കറക്റ്റായി ലെവലായി 2 ഇതുപോലെ. അപ്പോൾ ഇത് സ്ലിറ്റുള്ള ടോപ്പാണ്. ലൈൻ ടോപ്പ് ആയാലും കുഴപ്പമില്ല, സ്ലിറ്റ് ഉള്ള ടോപ്പാണെങ്കിലും നമുക്കിവിടെ ഫ്രില്ല് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഇത് ലൈൻ ആയിട്ട് ഇവിടെ ഫ്രില്ല് വെക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ 2 മടക്കിയ ശേഷം നമ്മൾ മാർക്ക് ചെയ്യാം. ഇത് പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്, അത് കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ തയ്ക്കുന്നില്ല കേട്ടോ. ഷോൾഡർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഷോൾഡർ കട്ട് ചെയ്യാതാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഷോൾഡറിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഇത് റെഡി അളവാണ് കേട്ടോ. അപ്പോൾ നെക്കിന് ലെങ്ത്ത് കുറച്ച് അധികം എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിത് കുറച്ചധികം വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇതാണ് റെഡി അളവ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെ നിന്നും ഒരു 1/4 ഇഞ്ച്, 1/4 ഇഞ്ചാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നതെങ്കിൽ 1/4 ഇഞ്ച് എടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. പക്ഷെ എനിക്ക് കഴുത്ത് കുറച്ചധികം ഇറക്കം വേണം ഇവിടത്തേക്ക്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഇത് കുറച്ച് ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടത്തേക്ക് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ അകലം സെയിം ആണ് കേട്ടോ. കഴുത്തിൻ്റെ അകലം ഇതാണ് റെഡി അളവ് വരുന്നത്. അവിടുന്ന് തയ്യൽ തുമ്പിനായിട്ട് 1/4 ഇഞ്ച് തൊട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്തിൻ്റെ അവിടെ 1/4 ഇഞ്ച് കുറച്ചധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്, ഷോൾഡറാണ് കേട്ടോ. ഷോൾഡർ ഇവിടെയാണ് വരുന്നത്, തയ്യൽ തുമ്പ് ഇവിടെയാണ് വരുന്നത്. കണ്ടല്ലേ, ഇവിടെയാണ് തയ്യൽ തുമ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇവിടെ തയ്യൽ തുമ്പിന് കാണുന്നില്ലേ, ഇതാ ഒരു പോർഷൻ തയ്യൽ തുമ്പ് കാണുന്നുണ്ട്, കണ്ടില്ലേ. ഈ ഒരു പോർഷൻ തയ്യൽ തുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇതുവരെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് താഴേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ റെഡി അളവ് എവിടെയായിരുന്നു, ഇവിടെ ആയിരുന്നു. അത് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. പക്ഷെ കട്ട് ചെയ്യേണ്ടത് ഇതിലാണ് കേട്ടോ, ഈ അളവിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് റെഡി അളവാണ് കേട്ടോ, ഇതാണ് റെഡി അളവ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം, ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ലിറ്റ് വേണ്ട ടോപ്പാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഇവിടെ വരെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം, ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ. ഇവിടുന്ന് നേരെ താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അല്ല എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. 1 ഇഞ്ച്, ഇവിടത്തേക്ക് 1 ഇഞ്ച് വരും. ഇങ്ങനെയാണ് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. ഓക്കെ, ഇത് ഇങ്ങനെ താഴേക്ക് വരച്ചു കൊടുക്കാം. സ്ലിറ്റിൻ്റെ ടോപ്പാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത്. ഇത് റെഡി അളവല്ല, ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ. ഓക്കെ, ഇതൊരു മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ റെഡി അളവ് വരുന്നത് ഈ ഒരു പോർഷനാണ്. ഇങ്ങനെ ഇവിടെ വിരൽ ഇതുപോലെ വെക്കാം, ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം.
അതേപോലെ ഇവിടെ വിരൽ വെക്കാം, മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഇവിടെയും വിരൽ വെക്കാം, മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ അതേപോലെ വിരൽ വെക്കാം, മാർക്ക് ചെയ്തെടുക്കാം. ഇതും അതേപോലെ ഇവിടെ വരെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത്. ഇങ്ങനെയാണ് സ്ലിറ്റ് വരുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് റെഡി അളവ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ ഡാട്ട് പിടിക്കണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ബസ്റ്റ് പോയിന്റ് ഏകദേശം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അവിടെ മുതൽ എന്താ ഇവിടെ ഷേപ്പ് വരും. ഇവിടെ ഷേപ്പ് വരുന്നത് ഇത് നമ്മൾ ആ വയർ നിൽക്കുന്ന പോർഷൻ അവിടെ വരാൻ നമ്മൾ എക്സ്ട്രാ കൂട്ടണ്ടേ. ഇവിടെ 1/4 ഇഞ്ച് കൂട്ടണം, ഇവിടെ ഒരു 3/4 ഇഞ്ച് കൂട്ടണം, ഇവിടെ 1/4 ഇഞ്ച് കൂട്ടണം. അങ്ങനെ കൂട്ടണ്ട കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡാട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിറ്റിലെ ടോപ്പാണ് വേണ്ടതെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ എടുത്ത ലെങ്ത്തിൻ്റെ ടോപ്പ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു അളവ് വെച്ച് മാർക്ക് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ഇതിന് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ കുറച്ചും കൂടി വേണം, 1 ഇഞ്ചും കൂടി അധികം വേണം. അത് മാത്രമല്ല നമ്മളിവിടെ ഫ്രില്ല് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ലെങ്ത്ത് കുറച്ചതിന് ശേഷമേ ഫ്രില്ല് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ടാപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ടാപ്പ് എടുത്തിട്ട് എനിക്ക് 48 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ ഉള്ളത് 47 ഇഞ്ചാണ് ഉള്ളത്. എനിക്ക് 48 ഇഞ്ച് വേണം, ഇവിടത്തേക്ക് വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ വരെ 44 ഇഞ്ച് വരെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇവിടെ 44 ഇഞ്ച്, ഇവിടെ 44 ഇഞ്ച് വരെയാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ബാക്കിയുള്ള എത്രയായിരുന്നു 4 ഇഞ്ച് ആണ് ഞാൻ ഫ്രില്ല് വെക്കുന്നത്. മനസ്സിലായല്ലോ? 44 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്കി 4 ഇഞ്ചാണ് ഫ്രില്ലിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ 44 പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഫ്രില്ല് വെക്കാനായിട്ട്. അപ്പോൾ 44 ഇഞ്ച്. നമുക്കൊന്ന് ഈ ലൈൻ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്ലിറ്റിലെ ടോപ്പല്ല ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് സ്ലിറ്റിലെ ടോപ്പാണ് വേണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഏലനാണ് ചെയ്യുന്നത്. ഏലൻ ചെയ്യുമ്പം നമ്മൾ ഈ വയർ നിൽക്കുന്ന ഈ പോർഷനിൽ നിന്ന് വേണം നമ്മൾ ഇങ്ങനെ കൊടുക്കാനായിട്ട്. കണ്ടല്ലേ? ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ കൊടുക്കും. ഈ ഒരു പോർഷനിൽ നിന്ന് മുകളിലോട്ട് 1.5 to 2 ഇഞ്ച് മാർക്ക് ചെയ്യാൻ ഇവിടെ 1.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ തയ്ച്ച് വരുമ്പം ഈ ഭാഗത്ത് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത്. അത് ഈ ഒരു സ്കെയിൽ വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഫ്രില്ലിനായിട്ട് എടുക്കേണ്ടത്. അത് ഇത്രയും വലിയ ലെങ്ത് എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിവിടെ തികയില്ല ഫ്രില്ലിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഡബിളായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ആ ഡബിൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ രണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ രണ്ടാക്കി കൊടുക്കുമ്പം എന്നിട്ട് ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഇവിടെ പീസ് കൂട്ടിയിട്ട് ഫസ്റ്റ് ഈ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം താഴെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ പീസാണിത്. ഇതുപോലെ 4 പീസ് നമുക്ക് കിട്ടും. കണ്ടില്ലേ? 2 പീസ്, ഇത് 2 പീസ്, 4 പീസും കൂട്ടി യോജിപ്പിക്കുക. അപ്പം നമുക്ക് ഇത്ര നീളം കിട്ടും. ഈ ഒരു രീതി ഇത്ര നീളം നമുക്ക് ഇത്ര നീളം വരും. അപ്പം നമുക്ക് ഇതിൻ്റെ ഡബിളായിട്ട് പ്ലീറ്റ് ഇടാൻ പറ്റും കേട്ടോ. അപ്പം നല്ല നമ്മൾ എന്ത് ചെയ്യാം? സ്ലീവ് മാർക്ക് ചെയ്യാം. സ്ലീവ് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് പഫ് സ്ലീവ് ആയതുകൊണ്ട് നമുക്കിത് വെച്ച് മാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. നിങ്ങൾക്കത് അത്ര മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സ്ലീവ് മാറ്റിയിട്ട് വേറൊരു ചുരിദാറുണ്ട്. അപ്പം ഇത് ഞാൻ കാണിക്കാത്തത്, ഇത് വെച്ച് കാണിക്കാത്തത് ഇതിൻ്റെ നെക്ക് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. അതായത് കോളർ മോഡൽ, കോളർ നെക്കാണ് ഇത് വന്നിട്ടുള്ളത്. അതിന് ഫ്രില്ല് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് റൗണ്ട് നെക്കാണ്. അതായത് നെക്ക് വെച്ചിട്ടുള്ളത്, കോളർ മോഡലല്ല, നെക്കുള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് എടുക്കാത്തത്. ഈ ഒരു സ്ലീവ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്ലീവിന് ലെങ്ത്ത് എത്രയാണുള്ളത്? 6 ഇഞ്ച് വേണമെന്ന് തോന്നുന്നു. കാരണം ഇത് കുറച്ച് ചെറിയ സ്ലീവാണ്. അപ്പം ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടത്തേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. കാരണം ഇവിടെ 1/2 ഇഞ്ച് തയ്ച്ച് പോവും. 1 ഇഞ്ച് ഇവിടെ ബാക്കിയുണ്ട്. അതെനിക്ക്
5 ഇഞ്ച് ഉള്ളത് 1 ഇഞ്ചും കൂടി കൂട്ടിയാൽ 6 ഇഞ്ചാവും. അങ്ങനെയാണ് ഞാൻ 1.5 ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ അടുത്താണ് ഈ സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. ഏടാ ഈ ലൈൻ മാർക്ക് ചെയ്ത ഈ ലൈനിൻ്റെ മുകളിലോട്ടാണ് ഈ സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാനായിട്ടാണ്. ഈ തയ്യൽ തുമ്പ് അടക്കം വേണം. അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഇതാണ് റെഡി അളവ്. കണ്ടില്ലേ? ഇതാണ് റെഡി അളവ്. അപ്പോൾ നമ്മൾ ഇതുപോലെ അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇതുപോലെ പിന്നെ ഊറ്റി വെക്കാം. ഇതുപോലെ ഇങ്ങനെ പിന്നെ കുത്താം, ഇവിടെയും കുത്താം. ഇത് ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് വരും. ഇതുപോലെ പിന്നെ കുത്തി വെക്കാം. കറക്റ്റ് ഇതുപോലെ പിന്നെ കുത്താം. കണ്ടില്ലേ? നമ്മൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൻ്റെ ഇവിടെ കണ്ടില്ലേ? ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഒരു ഭാഗത്താണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി പിന്നെ എടുത്ത് മാറ്റാം. ഇത് റെഡി അളവാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താ? അപ്പോൾ ഇതിൻ്റെ കൈവണ്ണം കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഈ രീതിയിലാണ് റെഡി അളവ്. ഇത് തയ്യൽ തുമ്പ്. അതേപോലെ ഇതും റെഡി അളവ്. ഇവിടുത്തെ തയ്യൽ തുമ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഏകദേശം ഇതുവരെ ആയിരിക്കും വരുന്നത്. അത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി തരാനായിട്ട് ഇതൊന്ന് മെഷർ ചെയ്തെടുത്താൽ മതി. കറക്റ്റ് മെഷർ ചെയ്തെടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം അത്. അതിന് മുമ്പായിട്ട് നമ്മുടെ കൈവണ്ണം എന്ന് പറയുമ്പം താഴെയുള്ള കൈവണ്ണം, ഈ ഒരു ഭാഗത്തെ കൈവണ്ണം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ വരും. ഇതാണ് നമ്മൾ തയ്ച്ചു പോകുന്ന ഒരു ഭാഗം. ഇതാണ്. ഇവിടെ ഇതുപോലെ ടാപ്പ് വെക്കാം. ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. 12 ഇഞ്ചാണ് വേണ്ടത്. ഇവിടത്തേക്ക് 12 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര വരുന്നതെന്ന്. ഇവിടത്തേക്കാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ എത്ര നമുക്ക് കിട്ടിയേ? 1.25 ഒരു പോയിന്റ് 2ൻ്റെ അടുത്തുണ്ട്. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം. 2ൻ്റെ അടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഒരേ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വരാം, ഫ്രണ്ട് പോർഷനിൽ കുഴിച്ച് കട്ട് ചെയ്യേണ്ടേ, ഇവിടെയൊക്കെ ചുളി വരില്ല എന്നുള്ള ഡൗട്ട് വരാം. പക്ഷേ ഈ ഒരു പോർഷനിൽ അധിക തുണിയില്ല, കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് ഇത്ര കട്ട് ചെയ്താൽ മതി. ഇവിടുന്ന് ഈ ഒരു രീതിയിൽ ഇത്ര മാത്രമേ വേണ്ടൂ, അത്രേ ആവശ്യമുള്ളൂ. ഇതിന് ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കുഴിച്ച് 1/4 ഇഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സ്ലീവിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ 1/4 ഇഞ്ച് കുഴിച്ച് ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? എനിക്കിവിടെ 1/4 ഇഞ്ച് വേണ്ട ആവശ്യമില്ല. എൻ്റെ കറക്റ്റ് മെഷർമെൻ്റാണ്. ഒരു പോയിന്റും ഇവിടെ ഏടും ചുളി വരാത്തൊരു മെഷർമെൻ്റാണ് ഈ ഒരു ചുരിദാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇത് റെഡി അളവാണ്. കട്ട് ചെയ്യേണ്ടത് ഇതിലേക്ക് കൂടിയാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇതിലേക്ക് കൂടി ഇവിടെ വരെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഏറ്റവും താഴെ ഒന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ മാർക്കിങ് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും വേണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ കടുപ്പിച്ച് വരക്കാം. ഇതുപോലെ കടുപ്പിച്ച് വരച്ചതിന് ശേഷം, പക്ഷേ ഇത് നല്ല ഭാഗമാണ്. നല്ല ഭാഗത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. റോങ് സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നല്ല ഭാഗം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കാം. ഓപ്പൺ ആക്കി കൊടുക്കുമ്പം രണ്ട് ഭാഗത്തും അളവ് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തും അളവ് വന്നിട്ടുണ്ട്, ഈ ഭാഗത്ത് അതിൻ്റെ അടയാളം വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്നത്. ഇത്ര ഭാഗം ഇങ്ങനെ കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കറക്റ്റ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെയും വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള അളവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം.
ഇത് റെഡി അളവാണ്, ഇത് കട്ട് ചെയ്യേണ്ട അളവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഏകദേശം മാച്ചുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പം പീസ് കൂടേണ്ട ആവശ്യമില്ല, വേഗം ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് നല്ലത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഇവിടെ സ്റ്റിച്ച് എടുക്കാം. ഇവിടുന്ന് ഇവിടത്തേക്കാണ് സ്റ്റിച്ച് എടുക്കേണ്ടത്. അപ്പം ഈ ഒരു രീതിയിൽ വരും, ഇങ്ങനെ വരും, കറക്റ്റായിട്ട് ഇങ്ങനെ വരും. റോങ് സൈഡിൽ സ്റ്റിച്ച് എടുക്കണം. ഒരറ്റം ഇതുപോലെ മടക്കിയടിക്കാം. ഇത് ഫുള്ളായിട്ടും ഇതുപോലെ മടക്കിയടിച്ച ശേഷം ഈ ഒരു ഭാഗത്തെ കൂടെയാണ് നെക്ക് സ്റ്റിച്ച് എടുക്കുന്നത്. ഇതാണ് ഫ്രണ്ട് പീസ്, ഇതാണ് ബാക്ക് പീസ്. ഞാൻ ഓപ്പൺ ആക്കി കൊടുക്കാം. ഇങ്ങനെയാണ് നെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക്. ഇത് ഫ്രണ്ട് പോർഷനാണ്, ഇത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ മനസ്സിലാകാൻ വേണ്ടി ലാസ്റ്റ് ഒരു ബട്ടൺ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്രോസ് പീസ് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭാഗമാണ്, അത് റോങ് സൈഡാണ്. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ ചുറ്റിലും ഇതുപോലെ ചുറ്റിലും വെച്ച് കൊടുക്കാം. അങ്ങനെ ചുറ്റിലും വെച്ച് കൊടുത്തിട്ട് 1/4 ഇഞ്ച് ക്ലോത്തിന് നല്ല ഭാഗത്ത് ഈ ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഈ സ്റ്റിച്ചിന് കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം, ചുറ്റിലിട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. ചുറ്റിലൊരു പ്രസ് അടിപ്പും കൂടി കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ടേക്ക് അകത്തോട്ട് മറിഞ്ഞു പോകും. ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് കാണിക്കാം. ഇതുപോലെ ആക്കാം. ഇതുപോലെ ആക്കിയിട്ട് അകത്തോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ ക്രോസ് പീസിൻ്റെ മുകളിലേക്ക് കൂടി ഒരു പ്രസ് അടിപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റോങ് സൈഡ് എടുക്കാം. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് ഫസ്റ്റ് ഒരു മടക്കാം ഇങ്ങനെ. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കാം. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ചുറ്റിലും ചെയ്തിട്ട് സ്റ്റിച്ച് എടുക്കാം. ക്രോസ് പീസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഇത് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇത് നല്ല ഭാഗമാണ്, കണ്ടില്ലേ? ഒരു ചുളിവോ കാര്യമൊന്നുമില്ല, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഞാൻ നോച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു സെൻറ്റർ മനസ്സിലാവാനായിട്ട്. അപ്പം അത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിവിടെ സെൻറ്ററിൽ മാർക്ക് കൊടുക്കണം കേട്ടോ. ഇവിടെ അരയിഞ്ച് മടക്കി തേക്കാനായിട്ട് ഇതുപോലെ വിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ അരയിഞ്ച് ഇതുപോലെ മടക്കി ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സെൻറ്ററും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ചുറ്റിലും സ്റ്റിച്ച് എടുക്കാം. ഇങ്ങനെ ഇവിടെ ചുറ്റിലും, അതേപോലെ ഇവിടെ ഇങ്ങനെ ചുറ്റിലും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ചുറ്റിലും സ്റ്റിച്ച് എടുക്കാം. അതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തുള്ള സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് തയ്യൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസ് എടുക്കാം. ഈ പീസ് എടുത്തിട്ട് 2 പീസ് ഉണ്ട്, അതൊന്നാക്കി കൂട്ടി യോജിപ്പിക്കാം. ഫസ്റ്റ് ഇവിടെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഭാഗം താഴെ നിൽക്കുന്ന പോർഷൻ ഫസ്റ്റ് അരയിഞ്ച് മടക്കാം, വീണ്ടും അരയിഞ്ച് മടക്കാം. എന്നിട്ട് ചുറ്റിലും ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. പ്ലീറ്റ് ഒന്നുകിൽ ഇതുപോലെ ചെയ്യാം, കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് എടുക്കാം, അല്ലെങ്കിൽ ലോങ് സ്റ്റിച്ച് കൊടുക്കാം ഫുള്ളായിട്ടും. എന്നിട്ട് ആ നൂലിങ്ങനെ വലിച്ച് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് ആക്കി കൊടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ ഫസ്റ്റ് അരയിഞ്ച് മടക്കി പിന്നെ വീണ്ടും ഒരു അരയിഞ്ച് മടക്കി ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര ഇതിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിൽ ലോങ് സ്റ്റിച്ച് ആക്കിയിട്ട് നൂല് വലിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ലോങ് ആയിട്ട്
സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരറ്റം പിടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് പ്ലീറ്റ് കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അത് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് സെൻറ്ററിൽ വരുന്ന ഭാഗം. ഈ സ്റ്റിച്ച് വരുന്ന ഭാഗമാണ് സെൻറ്റർ. ഫസ്റ്റ് ഇവിടുന്ന് ഇവിടത്തേക്ക് പ്ലേറ്റ് ഇട്ടിട്ട് ഈ മെഷർമെൻറ്റിന് കറക്റ്റായിട്ട് ഇവിടെ ഈ ഒരു പോർഷനാണ് സെൻറ്റർ വരുന്നത്. ഈ ഒരു ഭാഗമാണ് സെൻറ്റർ വരുന്നത്. ഇവിടത്തേക്ക് ഈ അറ്റം വരെ ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. ഇത്രയും ഭാഗങ്ങൾ പ്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഇവിടെയും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വലിച്ച് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആക്കി കൊടുക്കാം. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. നല്ല ഫ്രില്ല് വരും കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അറ്റം വരെ ഈ സെൻറ്റർ പോർഷൻ വരെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ഭാഗം സെൻറ്റർ മുതൽ ഈ അറ്റം വരെ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കറക്റ്റായിട്ട് സെൻറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. ഇത് മെയിൻ ക്ലോത്താണ്. അതിൻ്റെ നല്ല ഭാഗത്ത് ഈ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അറ്റം വരെ സ്റ്റിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഫ്രണ്ടിലും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ടക്കിടുന്ന എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോഡികൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാന്ന് വേണ്ടത്. നമ്മൾ നേരത്തെ മാർക്കേജ് ഉണ്ടായിരുന്നു, അത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് ഒരു സൈഡാണ്. ഇവിടുന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി താഴെ വരെ ഇങ്ങനെ അറ്റം വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അറ്റം വരെ സ്റ്റിച്ച് എടുക്കാം. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലേക്കൂടി വന്നു രണ്ട് ഒപ്പത്തിനൊപ്പം വെച്ചിട്ടാണ് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അങ്ങനെ ഞാനിവിടെ രണ്ട് ഭാഗത്തുള്ള സൈഡും കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബാക്കിൽ 3 ഡാട്ടും കൂടി ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇട്ട് കാണിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്യണേ. എന്നാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കൂടാതെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.